ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കണ്ടില്ലേ കോഴിക്കോട് ജില്ലയിലെ മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ട് കുട്ടികൾ മരിക്കുന്നത്. അപ്പം നമ്മളുടെ വീട്ടിലെ പിള്ളേരെയൊക്കെ നല്ലപോലെ സൂക്ഷിക്കുക. കെട്ടിക്കിടക്കുന്ന ജലത്തിലിറങ്ങിയിട്ട് കളിക്കാനോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനോ അത് ഉപയോഗിക്കാനോ ഒന്നും അവരെ അനുവദിക്കാണ്ടിരിക്കുക. അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ അമീബിക്ക് എന്നുള്ള അത് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിള്ളേരെയും നമ്മളും എല്ലാവരും സൂക്ഷിക്കുക. കാരണം നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് മുഖം കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ അത് മൂക്കിലൂടെ നമ്മൾ അറിയാതെ കണ്ടെങ്ങാനും കുറച്ച് വെള്ളം ശിരസിൽ കയറി അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും വരാം, അത് കുട്ടികൾക്ക് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ സൂക്ഷിക്കുക. കെട്ടിക്കിടക്കുന്ന ജലത്തിൽ ഇറങ്ങാതിരിക്കുക. ക്ലോറിനേറ്റ് ചെയ്ത് വെള്ളം ഉപയോഗിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. സൂക്കേട് വന്നിട്ട് നമ്മൾ ഓടുന്നതിനേക്കാളും നല്ലത് സൂക്കേട് വരാതെ കണ്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എത്ര പിള്ളേരാണ് അപ്പോൾ അമീബിക്ക് മസ്തിഷ്ക ജ്വരം വെച്ചപ്പോൾ ഒരു പെൺകുട്ടി മരിച്ചു, അതിൻ്റെ അനിയനാണെങ്കിൽ വയ്യാണ്ടിരിക്കുകയാണ്, അതിനും അത് തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇനിയുള്ള പിള്ളേർക്ക് വരാതിരിക്കാൻ എല്ലാവരും സൂക്ഷിക്കുക. ഓക്കെ.